എൻ്റെ പേര് റിജി ചന്ദ്രൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആരനാട് സ്വദേശിയാണ്. കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ തുമ്പികളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. സിറ്റി സയൻസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ സ്റ്റഡികളെല്ലാം. ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എൻ്റെ തുടക്കമെന്ന് പറയുന്നത് 2006 മുതലാണ്. അത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അതും ഞങ്ങളുടെ നാട്ടിലെ റസാഖ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഒരു വെഡ്ഡിങ് വർക്കിന് അസിസ്റ്റൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെയാണ്. ക്യാമറ അസിസ്റ്റൻ്റായിട്ട് പോയി. ലൈറ്റ് ബോയ്, ക്യാമറ അസിസ്റ്റൻ്റ് എന്നല്ല പറയുന്നത്, ലൈറ്റ് ബോയ് എന്നാണ് പറയുന്നത്. ലൈറ്റ് ബോയ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2006 മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ അത് ഫോട്ടോഗ്രാഫി പഠിച്ചു. അതും സ്റ്റുഡിയോയിൽ നിന്ന്, അക്കാഡമിയിൽ പോയിട്ടല്ല പഠിച്ചത്. ഓൺ ഫീൽഡ് തന്നെയായിരുന്നു എൻ്റെ സ്റ്റഡിയെല്ലാം. ഇവൻറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഞാൻ. അപ്പോൾ മുതലേ ഇങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം 2018 ആദ്യമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ബേഡിങ്ങിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. തോംസൺ സാബ്രാജ്, ബിജു ബിബി എന്ന് പറഞ്ഞ രണ്ടുപേരുടെ കീഴിലായിരുന്നു എൻ്റെ പഠനം ഫുള്ള്. അതുകൊണ്ട് രണ്ടുപേരും വളരെ എക്സ്പേർട്ടായിട്ടുള്ള പക്ഷി നിരീക്ഷകരും. ഈ തോംസൺ ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര തുമ്പി നിരീക്ഷണവും പാമ്പുകൾ, തവളകൾ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും വളരെ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൂടുതലും ഞാൻ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പല ടെക്നിക്കുകളുമാണ് ഞാൻ തുമ്പി നിരീക്ഷണത്തിന് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ ഈ തുമ്പി നിരീക്ഷണം ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ അത്രയ്ക്ക് പോപ്പുലറായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതായത് സാധാരണക്കാർക്ക് തുമ്പികളെന്ന് പറയുന്നത് 4-5 സ്പീഷീസ് മാത്രം അറിയാവുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പോഴാണ് സൊസൈറ്റി ഫോർ ഓഡോണേറ്റ് സ്റ്റഡീസ് എന്നുള്ള ഒരു സംഘടന തുമ്പികളെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെ ഫോറസ്റ്റുമായിട്ട് സഹകരിച്ച് പല സർവേകളും നടത്തുകയും എങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന കൺസെപ്റ്റ് അവരാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് ബുക്കുകൾ ഇറക്കാറുണ്ട്. തുമ്പികളെക്കുറിച്ചിട്ടുള്ള ഡാറ്റാസ് വരാറുണ്ട്. കേരളത്തിലെ തുമ്പികളുടെ ഡാറ്റ ഫുൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സംഘടനയിൽ വന്നതോടെ തുമ്പി പഠനം ഇത്തിരി കൂടെ ഒരല്പം കൂടെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെ സർവേകളിലാണ് വിവേക് ചന്ദ്രൻ എന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്. പുള്ളിക്കാരൻ തുമ്പികളിൽ PhD ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പരിചയപ്പെട്ടതോടെ തുമ്പി നിരീക്ഷണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഞാൻ മാറുകയാണ് ഉണ്ടായത്. ഈ തുമ്പികളെന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞനായിട്ടുള്ള ജീവികളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫീൽഡിലുണ്ട്. പക്ഷേ എന്നാലും തുമ്പി നിരീക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അത് നമ്മൾ ഓൺ ഫീൽഡിൽ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള തുമ്പികളെക്കുറിച്ച് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആ തുമ്പികളെ കാണാൻ വേണ്ടി മനസ്സ് വെച്ചിട്ടൊന്ന് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും തുമ്പികളെ കാണാനും നിരീക്ഷിക്കാനും അവരുടെ ആ കുഞ്ഞു ലോകം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കഴിയും. തുമ്പികളെന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ നമ്മൾ തുമ്പികൾ എന്ന് പറഞ്ഞ് കളയേണ്ട ഒന്നുമല്ല. നമ്മളൊക്കെ മനസ്സിനകത്ത് തുമ്പികളെന്ന് വരുമ്പോൾ ആദ്യം വരുന്നതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് തുമ്പിയുടെ ചിറകിൽ പിടിച്ചിട്ട് കല്ലെടുപ്പിക്കുന്ന ഒരു ചിത്രം മാത്രമാണ്. പക്ഷേ എന്നാൽ തുമ്പികൾ അങ്ങനെയല്ല. തുമ്പികളെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നിസ്സാരക്കാരല്ല. ഏറ്റവും ഭയങ്കരമായിട്ടുള്ള കാർണിവറസ് തന്നെയാണ് തുമ്പികൾ. തുമ്പികൾ ഒരിക്കലും സസ്യഭുക്കല്ല, തേൻ കുടിക്കില്ല, ഒന്നും ചെയ്യത്തില്ല. അവർക്ക് അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ കഴിയുന്ന ഏത് ജീവിയെയും അത് പിടിച്ച് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും കാർണിവറസ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ എങ്ങനെ നമുക്ക് മനുഷ്യർക്ക് എങ്ങനെ അവ ഉപകാരപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുമ്പികളുടെ ഏറ്റവും കൂടുതൽ നല്ല ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം ആ പ്രദേശം എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിറ്റിയിൽ ഏറ്റവും ബെറ്ററാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരല്പം കൂടെ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ശുദ്ധജലത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സായിട്ട് നമുക്ക് കണക്കാൻ കഴിയും. കാരണം നമ്മുടെ ഇന്ത്യയിൽ മാത്രം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ പുറം രാജ്യങ്ങളിലെല്ലാം അവർ വാട്ടർ പ്യൂരിറ്റിയുടെ പ്രതീകങ്ങളായിട്ടാണ് തുമ്പികളെ കാണുന്നത്. അതുമാത്രമല്ല, തുമ്പികൾ മനുഷ്യർക്ക് വളരെ ഉപകാരികളാണ്. നമ്മുടെ നാട്ടിലെ കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവിവർഗ്ഗമാണ് തുമ്പികൾ. അവർക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും തുമ്പികൾ എങ്ങനെയാണ് വന്ന് കൊതുകുകളെ ഭക്ഷിക്കുന്നതെന്നും തുമ്പികളുടെ ആക്ടിവിറ്റി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിങ്ങനെ തുമ്പികളെക്കുറിച്ച് പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കലോസിഫ ലൈലാവി എന്നുള്ള തുമ്പിയുടെ ഫീമെയിലിനെ ഫോട്ടോ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റിംഗ് പടത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നാട്ടിൽ ഞാൻ
തുമ്പി നിരീക്ഷണത്തിന് വളരെ അഗാധമായിട്ടുള്ള രീതിയിലേക്ക് ഇറങ്ങുന്നത്. ആ യാത്ര ചെന്ന് അവസാനിച്ചത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ 98 തുമ്പികളെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു. അത് ജേണൽ ഓഫ് ത്രെട്ട് ആൻഡ് ടാക്സിയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഞാനെന്ന വ്യക്തിയുടെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു ചുവടുവയ്പ്പെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ടൈമിൽ, ഈ ഓണം ടൈമിന് എനിക്കൊരു തുമ്പിയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ 181 തുമ്പികളാണ് നമ്മൾ കേരളത്തിലുണ്ടായിരുന്നത്. അത് മാറി ഇപ്പോൾ 182 അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഞങ്ങൾ കണ്ടെത്തിയ തുമ്പി എന്ന് പറയുന്നത് പ്രോട്ടോസ്ട്രിക്റ്റ എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ്. അതായത് നിഴൽ തുമ്പി എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം തന്നെ പ്രോട്ടോസ്ട്രിക്റ്റ ആർമഗഡേനിയ എന്നാണ്. ആ പേര് കൊടുക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, വേൾഡ് വൈഡായിട്ട് തുമ്പികളെന്നല്ല, ഇൻസെക്റ്റുകൾ മനുഷ്യൻ്റെ കൈകടത്തൽ മൂലം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവബോധം മറ്റുള്ളവർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ആർമഗഡേനിയ എന്നുള്ള പേര് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവസാനം എൻ്റെ എന്നൊക്കെയാണ്. ഈ ആർമഗഡൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യാൻ തന്നെ കാരണമെന്ന് പറയുന്നത്, വേൾഡ് വൈഡായിട്ട് ഇൻസെക്റ്റുകൾ, അതായത് പെസ്റ്റിസൈഡും എല്ലാം ഉപയോഗിക്കുന്നതിലൂടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആർമഗഡൻ എന്നുള്ള ഒരു പദം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. അതായത് ഈ തുമ്പിയെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലേക്ക് വരണം, ഇൻസെക്റ്റുകളും അതായത് ഷഡ്പദങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട വർഗ്ഗമാണ് എന്നുള്ളൊരു അവബോധം സാധാരണക്കാരിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ പേര് കൊടുത്തത്. ഈ തുമ്പി എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് പൊന്മുടിയിൽ നിന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ആയിട്ടുള്ള പൊന്മുടിയിൽ നിന്നാണ്, മെർഗിസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നാണ് അത് കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഒപ്പം അതിൻ്റെ മലയാളം പേരെന്ന് പറയുന്നത് പൊടിനിഴൽ തുമ്പി എന്നാണ്. ആ പേര് കൊടുക്കാൻ തന്നെ കാരണമെന്ന് പറയുന്നത് വളരെ കുഞ്ഞനായിട്ടുള്ള തുമ്പിയാണത്, അതുകൊണ്ടാണ് ആ പേര് നൽകിയത്. തുമ്പികളുടെ ആവാസ വ്യവസ്ഥയെന്ന് പറയുന്നത് പൂർണ്ണമായും ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഷഡ്പദങ്ങളാണ് തുമ്പികൾ. അവ മുട്ടയിടുന്നതും ജലത്തിലാണ്, അവയുടെ ലാർവൽ സ്റ്റേജും ജലത്തിലാണ്. എന്നാൽ ലാർവൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് അഡൽട്ടായി കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വിരിഞ്ഞ് തുമ്പിയായി മാറി കരയിലാണ് ജീവിക്കുന്നത്. ഓരോ തുമ്പികൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആവാസ വ്യവസ്ഥയുള്ളത്. ചില തുമ്പികൾ പൂർണ്ണമായിട്ട് നല്ല വലിയ ജലാശയത്തിനടുത്താണെങ്കിൽ, ചില തുമ്പികൾ നാരോ ആയിട്ട് ചെറുതായിട്ട് ഒഴുകുന്ന അരുവികളിലാണ് അവ കൂടുതൽ കാണുന്നത്. എന്നാൽ ഈ അരുവിയുടെ സൈഡിൽ മാത്രമല്ല തുമ്പികൾ കാണുന്നത്, അതിന് ചുറ്റുവട്ടമുള്ള മറ്റു പ്രദേശങ്ങളിലും കൂടെ തുമ്പികൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. നമ്മൾ തുമ്പികളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, തുമ്പികളെക്കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഏക ഗ്രന്ഥം എന്ന് പറയുന്നത് ഫ്രേസർ എഴുതിയ ഒരു ടെക്സ്റ്റ് മാത്രമാണ്. അപ്പോൾ കൂടുതലായിട്ട് സ്റ്റഡികളൊന്നും അങ്ങനെ നടന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പല സംഘടനകളും തുമ്പികളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പലരും PhD ചെയ്യുന്നത് തുമ്പി എന്നുള്ള സബ്ജക്റ്റ് എടുത്ത് PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തുമ്പികളെക്കുറിച്ചിട്ടുള്ള ഡേറ്റ വേണം എന്നുള്ളത് കൊണ്ട് അവർ പല സ്ഥലങ്ങളിലും സർവേകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ഡേറ്റ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ വർഷം ഫ്രേസർ കണ്ടെത്തിയ പല തുമ്പികളെയും കുറേ നാളായിട്ട് കാണാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സർവേകൾ കൂടുതലായിട്ട് നടക്കുന്നതിലൂടെ അവയെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ പടം വരയ്ക്കുകയല്ലാതെ, അതിനെ പിടിച്ച് കൊന്ന് അതിൻ്റെ പടം വരയ്ക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ടെക്നോളജി ഒരുപാട് വളർന്നു. ഇപ്പോൾ ഒരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ ആ ജീവി എങ്ങനെ ഇരിക്കുമെന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിലൂടെ നമുക്ക് ആ വിവരം മുഴുവനും നാട്ടുകാരിലേക്ക് ആ ഒരു ദൃശ്യത്തിലൂടെ നമുക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ എൻ്റെ ലൈഫിൽ എടുത്തു പറയാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളൊരു ബേർഡ് ടൂർ നടത്തിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അസാമിൽ നിന്ന് ദഹിൻ പട്കായ് നാഷണൽ പാർക്കിൽ നിന്നും ഒരു തുമ്പിയെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഏകദേശം 100 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ റിപ്പോർട്ടായിരുന്നു. ഒപ്പം അത് അസാമിലെ ഫസ്റ്റ് റിപ്പോർട്ടായിരുന്നു. ഒറോലെസ്റ്റസ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട ഒറോലെസ്റ്റസ് സെൽസി എന്നുള്ള തുമ്പിയായിരുന്നു. അത് ഞങ്ങളുടെ ടീമിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറഞ്ഞാൽ ഹിമാലയം പോലെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ
ആ വെസ്റ്റേൺ ഗട്ട്സിൽ ഇതുപോലുള്ള ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡി ഇനിയും കൂടുതലായിട്ട് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ തുമ്പികളെ കണ്ടെത്താനൊക്കെ കഴിയുന്നത്. അപ്പോൾ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ്. ഇനിയും കൂടുതലായിട്ട് പഠനങ്ങൾ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനിയും പുതിയ പുതിയ തുമ്പികളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇനിയും കൂടുതലായിട്ട് തുമ്പികളെക്കുറിച്ച് പഠിക്കണം. അതും തുമ്പികൾ മാത്രമല്ല, പക്ഷികളെയും പാമ്പുകളും തവളകൾ, നമ്മുടെ പ്രകൃതിയിലെ എല്ലാ ജീവികളെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പൂർണ്ണമായിട്ടും അതിൽ വിജയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല വിദ്യാഭ്യാസമുള്ള കുറച്ച് ആൾക്കാർ ഇതുപോലെ ചിന്തിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരു സാധാരണക്കാരനായി എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും പുതിയ തലമുറയ്ക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. തുമ്പി നിരീക്ഷണത്തിനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞു ക്യാമറയും നമുക്ക് മൊബൈലിൽ വേണമെങ്കിലും തുമ്പികളെ ചിത്രം നമുക്ക് പകർത്താനായിട്ട് കഴിയും. അപ്പോൾ വളരെ ഈസിയായിട്ട് നിരീക്ഷണം നടത്താൻ പറ്റുന്ന ഒരു വിഭാഗമാണ് തുമ്പികൾ. നിങ്ങളുടെ ഏത് യാത്രയിലും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഒരു ജീവിവർഗവുമാണ് തുമ്പികൾ. എൻ്റെ യാത്രകളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള യാത്രകളല്ല. അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂട്ടത്ത് ക്യാമറ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുള്ള നിരീക്ഷണം നടത്താനായിട്ട് എനിക്ക് വളരെ ഈസിയായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിനകത്തുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തുമ്പികളെക്കുറിച്ച് ഉള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് എന്നെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. അതെൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ തലമുറ കൂടുതലായിട്ട് ഇതിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. തുമ്പി നിരീക്ഷണവും തുമ്പികളെക്കുറിച്ച് പഠിക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ മുന്നോട്ട് വരുന്നുണ്ട്. സ്കൂൾ കുട്ടികളായിരുന്നാലും കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നാലും എല്ലാം അങ്ങനെ ഒരുപാട് മുൻപിലേക്ക് വരുന്നുണ്ട്. അവരുടെ പഠനത്തിൻ്റെ പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പോൾ അവരുടെ PhD ആയിരുന്നാലും പ്രോജക്റ്റ് വർക്കുകളായിരുന്നാലും അവർ തുമ്പിയെ കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു സന്തോഷമാണ്. എന്നെപ്പോലുള്ള സാധാരണക്കാരും ഇതുപോലുള്ള നിരീക്ഷണത്തിൽ, അതായത് ഇതുപോലുള്ള പഠനത്തിൽ പങ്കാളികളായാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിവരശേഖരണം, ജീവികളെക്കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിവരശേഖരണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇതുപോലെ മറ്റുള്ളവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരും ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വലുതായിട്ടുള്ള ഒരു പഠനം തന്നെ നടത്തി നമുക്ക് നല്ലൊരു ഡാറ്റ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതിനായിട്ട് പുതിയ തലമുറ കടന്നു വരണം. നമ്മുടെ നാട്ടിൽ കാണുന്ന തുമ്പികളെന്ന് രണ്ട് വിഭാഗമാണ്. ഒന്ന് സൂചിത്തുമ്പികളെന്നും ഒന്ന് കല്ലൻ തുമ്പികളെന്നാണ് പറയുന്നത്. സൂചിത്തുമ്പികളെന്ന് പറയുമ്പോൾ വളരെ നാരോ ആയിട്ടുള്ള, വളരെ ചെറിയ കുഞ്ഞു തുമ്പികളാണ്. അതിൻ്റെ അബ്ഡോമൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതിൻ്റെ വിങ്സ് എപ്പോഴും അടഞ്ഞിരിക്കും. അങ്ങനത്തെ പ്രത്യേകതയുള്ളതാണ് സൂചിത്തുമ്പികൾ. കല്ലൻ തുമ്പികളെന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഒരല്പം വലിപ്പം ഉണ്ടാവും. വളരെ ദൃഢമായിട്ടുള്ള ബോഡിയാണ് കല്ലൻ തുമ്പിക്കുള്ളത്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട തുമ്പികളാണ് പല ഫാമിലികളായിട്ട് തരംതിരിച്ച് 182 ഇനം തുമ്പികളായിട്ട് മാറുന്നത്. ഒരു തുമ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരീരഘടന എന്ന് പറയുന്നത്, അവയ്ക്ക് കണ്ണുണ്ട്, പിന്നെ ഒരു പ്രോതൊറാക്സ് ഉണ്ട്, ഒരു തൊറാക്സ് ഉണ്ട്, പിന്നെ അബ്ഡോമനുണ്ട്. 10 സെഗ്മെൻറ്റുകളുള്ള അബ്ഡോമനുണ്ട്. അതിന് എൻഡായിട്ട് അതിൻ്റെ അനലപ്പൻറ്റേജ് ഉണ്ട്. ആൺതുമ്പിയാണെങ്കിൽ അതിന് സെക്കൻഡറി ജെനിറ്റീലിയ ഉണ്ട്. പിന്നെ 6 കാലുകൾ, ഷഡ്പദം എന്ന് പറയുമ്പോൾ 6 കാലുകളാണല്ലോ, 6 കാലുകളുണ്ട്. 2 പെയറായിട്ടുള്ള വിങ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് തുമ്പികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തുമ്പികളെന്ന് പറയുന്നത് നമുക്ക് അതിനെ ഫീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. തുമ്പികൾ എപ്പോഴും വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്ന ജീവിവർഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൊതുകുകളെയും മറ്റ് ജീവികളെല്ലാം പിടിച്ചിട്ട് പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിക്കാനും എല്ലാം അതിന് കഴിയുന്നുണ്ട്. തുമ്പികളെ ഇണചേരൽ എന്ന് പറയുമ്പോൾ ആദ്യം ആൺതുമ്പികൾ അതിൻ്റെ സ്പേംസ് അതിൻ്റെ അനലപ്പൻറ്റേജിൽ നിന്ന് സെക്കൻഡറി ജെനിറ്റലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫീമെയിൽ, അതായത് പെൺതുമ്പിയെ ചെന്ന് കഴുത്തിൽ അവ അനലപ്പൻറ്റേജ് കൊണ്ട് ലോക്ക് ചെയ്തിട്ട് പെൺതുമ്പി അതിൻ്റെ സെക്കൻഡറി ജെനിറ്റലിയിലേക്ക് അനലപ്പൻറ്റേജ് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് മേറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ് ലേയിങ്ങിന് മുൻപ് ഈ ആൺതുമ്പി വന്ന് ഈ പെൺതുമ്പിയെ സംരക്ഷിക്കും. കാരണം മറ്റ് അഗ്രസീവാണ്, തുമ്പികൾ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ജീവിവർഗമാണ്. അപ്പോൾ മറ്റ് ആൺതുമ്പികൾ വന്ന് ഈ പെൺതുമ്പി അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഈ ആൺതുമ്പി എപ്പോഴും ഗാർഡിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗാർഡായിട്ട് അതിൻ്റെ മേളിൽ പറന്നുകൊണ്ടേയിരിക്കും. തുമ്പികളുടെ എഗ് ലേയിങ് എന്ന് പറഞ്ഞത് പല തുമ്പികളിലും വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്. ചില തുമ്പികളെന്ന് പറയുന്നത് പുഴയുടെയോ ജലാശയത്തിനടുത്തുള്ള ചെറിയ ചെറിയ ഇലകളിൽ കൊണ്ടുവന്ന്
മുട്ട ഇഞ്ചെക്റ്റ് ചെയ്ത് വയ്ക്കും. ചിലത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെറിയ ചെറിയ കമ്പുകളിൽ വന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് വയ്ക്കും. എന്നാൽ ചില തുമ്പികളെന്ന് പറയുന്നത് വെള്ളത്തിലേക്ക് നേരിട്ട് മുട്ട കൊണ്ടുവന്ന് കലക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഗ് ലേയിങ് എന്ന് പറഞ്ഞാൽ പല പല രീതിയിലാണ് തുമ്പികൾക്കുള്ളത്. ചില തുമ്പികൾ വന്ന് ചെറിയ ചെളിയിൽ, അതായത് വെള്ളം നനവ് ചെറുതായിട്ടുള്ള ചെളിയിൽ കൊണ്ടുവന്ന് മുട്ട ഇഞ്ചെക്റ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഓരോ തുമ്പിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർ ആ ഹാബിറ്റാറ്റ് തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളതാണ്. തുമ്പികളെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജലജന്യരായിട്ടുള്ള ജീവിവർഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഗ് ലേയിങ് ശുദ്ധജലത്തിലാണ് അവ ചെയ്യാറ്. അപ്പോൾ ശുദ്ധജലം മാറി വരുമ്പോഴേക്ക് ഇതിൻ്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ത്രെഡുകളുമുണ്ട്. അതായത് ഇപ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിഴൽ തുമ്പികളെന്ന് പറയുന്ന വിഭാഗത്തിന് ഒരല്പം ഷെയ്ഡി ആയിട്ടുള്ള നിഴലുള്ള പ്രദേശങ്ങൾ തന്നെ വേണം. എന്നാൽ ആ പ്രദേശം, ആ ഏരിയയിൽ ആ പ്രദേശം നശിക്കുന്നതിലൂടെ ആ ജീവികൾക്ക് അവിടെ നിന്ന് വാനിഷായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുമ്പികൾ എന്ന് കാനിബാലിസം കൂടുതലാണ്. അവയുടെ വർഗ്ഗത്തിൽപ്പെട്ട തുമ്പികളെ തന്നെ തുമ്പികൾ പിടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ മറ്റ് പക്ഷികളും തുമ്പികളെ ഭക്ഷിക്കാറുണ്ട്. പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബേഡ്സിനെ കുറിച്ചാണ്. അതായത് ദേശാടകരായിട്ടുള്ള പക്ഷികളെക്കുറിച്ചാണ്. അപ്പോൾ ഈ കുഞ്ഞൻ തുമ്പികളിലും അങ്ങനെ ഒരു വർഗ്ഗമുണ്ട്. വാൻഡറിംഗ് ഗ്ലൈഡർ എന്നാണ് പേര്. നമ്മുടെ തുലാത്തുമ്പികൾ എന്നറിയപ്പെടും. ഇവയെന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ദേശാടനം ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ട് വീണ്ടും തിരികെ സൗത്ത് ആഫ്രിക്കയിലേക്ക് തന്നെ പോകും. അപ്പോൾ ഈ ഒരു സർക്കിളാണ്. കാരണം ലോകത്ത് എവിടെ പോയാലും നമുക്ക് വാൻഡറിംഗ് ഗ്ലൈഡറിനെ കാണാൻ കഴിയും. ഈ ഒരു തുമ്പിക്ക് മാത്രം സബ് സ്പീഷീസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എല്ലാ സ്ഥലത്തും ഒരേ സ്പീഷീസ് തന്നെയാണ്. അപ്പോൾ മൺസൂൺ കാറ്റ് ആശ്രയിച്ചാണ് അവ വരുന്നത്. അപ്പോൾ ആ കാറ്റിൻ്റെ ദിശയനുസരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. നമ്മുടെ നാട്ടിൽ വന്ന് അത് മുട്ടയിട്ടിട്ട് അടുത്ത തലമുറ ഇവിടെ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ചുറ്റും നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഫാമിലിയിലായിരുന്നാലും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും അതൊന്നും എന്നെ തളർത്തിയില്ല. പക്ഷേ അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹമായിരുന്നു അത്. പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് എനിക്ക് നേട്ടങ്ങളെല്ലാം കൈവരിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഫാമിലി ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും എല്ലാവരും ഒപ്പം എൻ്റെ കൂട്ടത്തുണ്ട്. ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. വൈഫും 2 കുട്ടികളും അടങ്ങിയതാണ് എൻ്റെ ഫാമിലി. കുട്ടികൾ ഇപ്പോഴും എൻ്റെ നാട്ടിലെ തുമ്പികളെക്കുറിച്ച് പഠനത്തിൽ എൻ്റെ കുട്ടികളും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവരും നല്ല ഇൻട്രസ്റ്റോടെ വരുന്നുണ്ട്. വൈഫും അതുപോലെ തന്നെയാണ്. പൂർണ്ണമായിട്ടുള്ള സഹകരണമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഫ്രണ്ട്സ് തന്നെയാണ്. എന്തൊക്കെ തളർച്ച വന്നാലും അവർ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി ഈ സമയം ഞാൻ പ്രകടമാക്കുന്നുണ്ട്.